56 വർഷം മുൻപ് സൈനിക വിമാനം തകർന്ന് മരിച്ച പത്തനംതിട്ട സ്വദേശിയായ സൈനികൻ തോമസ് ചെറിയാന് വിട ചൊല്ലി നാട്. പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സൈനിക ബഹുമതികളോടെയാണ് സംസ്കാരം. ഇലന്തൂരിൽ നിന്ന് വിലാപയാത്രയായാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം ഗാർഡ് ഓഫ് ഓണർ നൽകി. ശ്രീ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, കാരൂരിലെ ആ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലേക്ക് ഒരു നാട് മുഴുവൻ എത്തിച്ചേർന്നിട്ടുണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാനും യാത്ര നൽകാൻ. മരണമടഞ്ഞ സൈനികൻ തോമസ് ചെറിയാൻ രാജ്യത്തിന്റെ ആദരം ഏറ്റുവാങ്ങിക്കൊണ്ട് ജന്മനാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളാൻ ഒരുങ്ങുകയാണ്. നാടിന്റെ നാനാ മേഖലയിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ അന്തിമോപചാരം അർപ്പിച്ച് കടന്നു പോയി കഴിഞ്ഞിരിക്കുകയാണ്. 56 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു വിമാനാപകടത്തിൽ കാണാതായ സൈനികന് വേണ്ടി രാജ്യം ഒരു നൂറ്റാണ്ടിലേറെ കാലം നടത്തിയ തിരച്ചിലിൻ്റെ ഫലം കൂടിയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെതടക്കം 4 പേരുടെ മൃതശരീരങ്ങൾ കണ്ടെത്താനായത്. ഒരു രാജ്യം ഒരു സൈനികനെ എത്രത്തോളം കരുതലോടെ കാക്കുന്നു, അദ്ദേഹത്തിന് എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായി ഇത് മാറുമ്പോൾ രാജ്യത്തിൻ്റെ സൈനിക ചരിത്രത്തിലെ ഒരു പുതിയ ഏടുകൂടിയാണ് എഴുതി ചേർക്കപ്പെടുന്നത് എന്ന് നിസ്സംശയം തന്നെ പറയാൻ സാധിക്കുന്നു. അതിലൂടെ തോമസ് ചെറിയാൻ ആദരിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഒക്കെ തന്നെ രാജ്യത്തിൻ്റെ ബഹുമതിക്ക് പാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇടവകയായ ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് മൃതശരീരം എത്തിച്ചിട്ടുള്ളത്. 1 മണിക്കൂർ സമയം പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കും. അതിനുശേഷം ഏറെക്കുറെ 2 മണിയോടുകൂടിയായിരിക്കും ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഘട്ടം ആരംഭിക്കുക. ഓർത്തഡോക്സ് സഭ സീനിയർ മെത്രാപ്പോലീത്ത കുര്യാക്കോസ് മാർ ക്രിമ്മിയസ്